ഇസ്രയേൽ ആക്രമണത്തിൽ ഗസയിൽ 80-ലേറെ പാലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരികയാണ്. എല്ലാ ദിവസവും പാലസ്തീനികൾ അവിടെ പശ്ചിമേഷ്യയിൽ കൊല്ലപ്പെടുന്നു എന്ന വാർത്തയുണ്ട്. അമേരിക്കയിൽ ഇസ്രയേൽ എംബസിയിലെ 2 ഉദ്യോഗസ്ഥരെ പാലസ്തീനികൾ വെടിവെച്ച് കൊലപ്പെടുത്തിയെന്ന വാർത്തയുണ്ട്. ഗസയിൽ പട്ടിണി മൂലം 30 പേർ മരിച്ചുവെന്ന അത്യന്തം അപകടകരമായ മറ്റൊരു വാർത്ത കൂടി വരുമ്പോൾ പി ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഓക്കെ ജെയിംസ്, ഇത് നമുക്ക് ഈ വിദേശ വാർത്ത പറയുമ്പോൾ നമ്മൾ നടുങ്ങിപ്പോകുന്ന വാർത്തകളാണല്ലോ പശ്ചിമേഷ്യയിലെ ഗസയിൽ നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എസ് കെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഓരോ ദിവസവും ഏതാണ്ട് 80-നും 100-നും ഇടയ്ക്ക് പലസ്തീനികളാണ് കൊല്ലപ്പെടുന്നത് എന്ന് മാത്രമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഗസയുടെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കുന്നതുവരെ ഈ യുദ്ധവുമായി മുന്നോട്ട് പോകുന്നതാണ്. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ എതിർക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഇസ്രായേലിന് അല്പം പിന്തുണയുണ്ടായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ തിരിഞ്ഞു. ബ്രിട്ടൻ ഉപരോധം ഏർപ്പെടുത്തി, കാനഡ, ജർമ്മനി, ഫ്രാൻസ് എല്ലാവരും തിരിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാറുന്നില്ല, ആ തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ ഇത് അന്താരാഷ്ട്ര തലത്തിൽ വ്യാപിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയുടെ ഇസ്രായേൽ എംബസിയിലെ യഥാർത്ഥത്തിൽ വധുവരന്മാരെന്ന് പറയാം 2 പേരെ പാലസ്തീൻ അനുകൂലിയായിട്ടുള്ള റോഡ്രിക്സ്, പാലസ്തീനികളല്ല വെടിവെച്ച് കൊന്ന് പാലസ്തീൻ അനുകൂലിയായിട്ടുള്ള റോഡ്രിക്സ് എന്ന ആൾ വെടിവെച്ച് കൊലപ്പെടുത്തി എന്ന വാർത്ത കൂടി വരുന്നു. ഇതിനെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി വലിയ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇത് വർഗീയ പ്രശ്നമാണ് എന്നൊരു രീതിയിലാണ്. എന്തായാലും പാലസ്തീനികൾ ഇതുപോലെ കൊല്ലപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലനമുണ്ടാവും. ചെയ്തത് ശരിയെന്നല്ല പറയുന്നത്. ഒരു ഭാഗത്ത് ഒരുപാട് പേരെ കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല സ്ഥലത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും. അത് ഈ തരത്തിലേക്ക് മാറുന്നത് ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാനാവില്ല. പക്ഷേ അത് സംഭവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമേരിക്കൻ യിലെ ഇസ്രായേലി എംബസിക്ക് സമീപം ഉണ്ടായ അവർ ഒരു ഷോ കഴിഞ്ഞ് വരികയായിരുന്നു. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വെഡ്ഡിംഗ് റിങ്, തൻ്റെ പ്രിയതമയ്ക്ക് വെഡ്ഡിംഗ് റിങ് വാങ്ങാൻ പോയി ഒരുമിച്ച് വരികയായിരുന്നു യാരോണും അദ്ദേഹത്തിൻ്റെ പ്രിയ തമയും. അവർ 2 പേരാണ് വെടിയേറ്റ് മരിച്ചത്. അപ്പോൾ അത് വലിയ രീതിയിൽ അത് അമേരിക്കയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേലിനെതിരെ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ ജോ ബൈഡൻ്റെ കാലത്ത് വലിയ പ്രക്ഷോഭം ബഹളം നടന്നതാണ്. ഇനി അങ്ങനെ പ്രക്ഷോഭം നടത്തിയാൽ പുറത്താക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഒരുപക്ഷെ അവിടെ വീണ്ടും ആ പ്രതിഷേധം നടക്കാത്തത്. അമേരിക്കയിൽ വലിയ പ്രതിഷേധമുണ്ട് ഇസ്രായേലിനെതിരെ. ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ടും വലിയ ജനവിഭാഗമുണ്ട്. പ്രത്യേകിച്ച് ട്രംപിനെ അനുകൂലിക്കുന്ന ജനവിഭാഗങ്ങളൊക്കെ ഇസ്രായേലിന് അനുകൂലമായിട്ടുള്ള നിലപാടിലാണ്. എന്തായാലും ഇത് മുന്നോട്ട് പോകുന്ന മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഖത്തറും ഈജിപ്തും ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും പ്രശ്നം തീരുന്നില്ല. ഹൂതികൾ ആക്രമണവുമായിട്ട് മുന്നിട്ട് നിൽക്കുന്നു ഇസ്രായേലിനെതിരെ. ഇസ്രായേൽ പ്രധാനമന്ത്രി ഇപ്പോഴും ഉറച്ച് നിൽക്കുകയാണ്. അതിനിടയിൽ ഇസ്രായേലിൻ്റെ ഒപ്പോസിഷൻ ലീഡർ ഗോലാൻ രംഗത്ത് വന്നിരിക്കുന്നത് നിങ്ങൾ കുട്ടികളെ കൊന്നൊടുക്കുകയാണ് ഗസയിൽ എന്ന് പ്രതിപക്ഷത്തിൻ്റെ എതിർ ശബ്ദം ഇസ്രായേലിൽ മുഴങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിൽ സംഭവിക്കുന്ന വലിയ ഇതായിട്ടുള്ളത്. നിങ്ങൾ കളിക്കോപ്പ് ഉപയോഗിച്ച് കുട്ടികളെ വെടിവെക്കുന്ന പോലെയാണ് പാവം കുഞ്ഞുങ്ങളെ ഗസയിൽ വെടിവെച്ച് കൊല്ലുന്നത് എന്ന് ഇസ്രായേലിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളത് കൂടി ഇതിൻ്റെ വലിയ പ്രശ്നം ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും 1.5 വർഷത്തിലേറെയായി ഈ യുദ്ധം മുന്നോട്ട് പോവുകയാണ് എസ് കെ. ഓക്കെ, താങ്ക് യു പി ജെയിംസ്. മറ്റൊരു കാര്യം, ഈ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് പുടിന് താല്പര്യമില്ലെന്നാണല്ലോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. യൂറോപ്യൻ നേതാക്കളെ ഇക്കാര്യം അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. കാരണം 2 മണിക്കൂറോളം അദ്ദേഹം പുടിനുമായി സംസാരിച്ചുവെന്ന് ഈയിടെ അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. ഇതുവരെ എസ് കെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത് ഞാൻ അധികാരത്തിൽ വന്ന ഒറ്റ ദിവസം കൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കുന്നതാണ് യുദ്ധം. പക്ഷെ അത് തീർക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ട്രംപ് പതുക്കെ കൈ കഴുകി മാറുകയാണ്. ഇത് അമേരിക്കയുടെ പ്രശ്നമല്ല, ഇത് അവർ തീർക്കട്ടെ എന്ന് മാത്രമല്ല, പുതിയ ഒരു കാര്യം കൂടി ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നു. ട്രംപ് പറയുന്നത് വത്തിക്കാനിൽ പുതിയ മാർപ്പാപ്പ വന്നിട്ടുണ്ട്, ലിയോ 14. അദ്ദേഹം അമേരിക്കക്കാരനാണ്. അദ്ദേഹം ഇനി ചർച്ച നടത്തി വത്തിക്കാനിൽ ഉക്രൈൻ യുദ്ധം തീർക്കട്ടെ. അതൊരു ക്രിസ്ത്യൻ രാജ്യമാണ്, അപ്പോൾ സ്വാഭാവികമായിട്ട് ഓർത്തഡോക്സുകാരാണ് കൂടുതൽ. പക്ഷേ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള ചർച്ച ഇനി വത്തിക്കാനിൽ നടക്കട്ടെ, വത്തിക്കാൻ ഒരു ന്യൂട്രൽ രാഷ്ട്രമായി ചർച്ച നടത്തട്ടെ എന്നുള്ളതാണ് അത്. പക്ഷേ അതേക്കുറിച്ച് റഷ്യക്ക് വലിയ മതിപ്പില്ല. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വത്തിക്കാനിലേക്ക് പോവില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രഖ്യാപനം ട്രംപ് നടത്തിയിട്ടുണ്ടെങ്കിലും പുടിൻ അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. വ്ളാഡിമിർ സെലൻസ്കിക്ക് താല്പര്യമുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തപ്പോഴും ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വ്ളാഡിമിർ സെലൻസ്കി പോയിരുന്നു. ഇപ്പോൾ പുതിയ മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിലും പോയിരുന്നു. 2 സമയത്തും അമേരിക്കയിലെ നേതാക്കളുമായിട്ട് മുന്നേ ട്രംപുമായിട്ടും പിന്നീട് വൈസ് പ്രസിഡന്റ് JD വാൻസുമായിട്ടും സെലൻസ്കി ചർച്ച നടത്തിയിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് മാർപ്പാപ്പ ഒരു ഇത് വെച്ചത്. ഞങ്ങൾ
സമാധാന ചർച്ചയ്ക്ക് നേതൃത്വം നൽകാൻ തയ്യാറാണ് എന്നുള്ളത്. പക്ഷെ എന്തായാലും അതിനോട് റഷ്യ പ്രതികരിക്കുമെന്ന് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, റഷ്യൻ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പുതുതായിട്ട് പറയുന്നത് ഇപ്പോൾ പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ റഷ്യക്ക് വിട്ടുകൊടുക്കണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ 20% ഉക്രൈൻ്റെ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരും. ആ തരത്തിലുള്ള ഒരു ഇതുണ്ടായിട്ടില്ല. ട്രംപ് ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പതുക്കെ മാറുന്നതെന്ന് മാത്രമല്ല, യൂറോപ്യൻ നേതാക്കളായിട്ടുള്ള ജർമ്മൻ ചാൻസലർ, പുതിയ ചാൻസലർ വന്നിട്ടുണ്ട്, മെറിസ് ഫെഡറിക്. അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, അതുപോലെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി അടക്കമുള്ള നേതാക്കളോട് നേരിട്ട് വിളിച്ചാണ് ട്രംപ് പറഞ്ഞത് പ്രതീക്ഷിക്കേണ്ട, യുദ്ധം നിർത്താൻ പുടിൻ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് അത് പുള്ളിക്ക് ബോധ്യമായി 2 മണിക്കൂർ സംസാരിച്ചപ്പോൾ SKM പറഞ്ഞ പോലെ. അപ്പോൾ യുദ്ധം നിർത്തില്ല, യുക്രൈൻ മുന്നോട്ട് യുദ്ധത്തിലേക്ക് തന്നെ പോകേണ്ടി വരുമെന്നുള്ളതാണ് അവസ്ഥ. SKM VP ജെയിംസ്, നമ്മുടെ സീന മുഹമ്മദ്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ പറയുന്നു, PP വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണോ, സമാധാനപ്രിയനാണോ? കാരണം ഏത് കാര്യം പറഞ്ഞാലും സമാധാനത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. SKM നമുക്കൊക്കെ സമാധാനമായിട്ട് ജീവിക്കാനല്ലേ താല്പര്യം. നേരത്തെ എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണ് യുദ്ധം കൊണ്ടുവരുന്നതെന്നാണ്. ഉക്രൈൻ യുദ്ധം VP ജെയിംസിന് ഈ യുക്രൈൻ യുദ്ധം തന്നെ സ്റ്റാർട്ട് ചെയ്ത് BP എന്ന് പറയുന്ന ആൾക്കാർ അല്ല. അതിന് കാര്യമുണ്ട്. SKM എന്നോട് ചോദിച്ചു, BP ഇതൊക്കെ വല്ലതും നടക്കുന്നതാണ്, യുദ്ധം ഉണ്ടാവുമെന്ന് ചോദിച്ചു. ഞാൻ യുദ്ധം ഉണ്ടാവുമെന്ന് പറഞ്ഞു പോയി. പിറ്റേ ദിവസം യുദ്ധം ആരംഭിച്ച് 3.5 വർഷമായി. അതുകൊണ്ട് ഞാൻ ഇനി യുദ്ധം ഉണ്ടാവുമെന്ന് ഞാൻ പറയില്ല. സമാധാനം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് നമ്മുടെ. ശരി, താങ്ക് യു VP ജെയിംസിന്. വിദേശ വാർത്തകളുമായി താങ്കളെ നാളെ കാണാം.